നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഒരു ദിവസത്തേക്ക് ശരീരത്തിന് വേണ്ട എല്ലാ എനർജിയും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതും. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാക്കിയാൽ മാത്രമേ നമുക്ക് എനർജറ്റിക്കായി നിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു ദിവസത്തെ പോലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ പതിവായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളും ജോലിക്കാരുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരിൽ ഏറെയും. എന്നാൽ ഏറ്റവും കൂടുതൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ളത് ഈ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തന്നെയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ എനർജിയോടെ ഇരുന്ന് ജോലി ചെയ്യാനും ശ്രദ്ധയോടെ ക്ലാസുകൾ കേട്ടിരിക്കാനും നല്ല എനർജി വേണം. അതുകൊണ്ട് പതിവായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം. അതേസമയം പതിവായി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ആളുകളിൽ കോമൺ ആയി കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ശരീരഭാരം വർദ്ധിക്കൽ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക് ദ ഫാസ്റ്റ് എന്നാണ് അർത്ഥം. ഉച്ചവരെ ഒന്നും കഴിക്കാതിരിക്കുന്നത് നമ്മളെ കലോറി അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പ്രേരിപ്പിക്കും. കൂടാതെ മധുരം കൂടുതൽ അടങ്ങിയതും സംസ്കരിച്ച ഭക്ഷണവും വിശപ്പടക്കാനായി കഴിക്കേണ്ടതായി വരും. ഇത് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. 2. പ്രമേഹം. ഒരുപാട് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് തന്നെ ഉയരും. ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇതൊരു ശീലമായാൽ ടൈപ്പ് 2 പ്രമേഹം പെട്ടെന്ന് പിടിപെടാൻ ഇടയാക്കിയേക്കാം. ഡിമെൻഷ്യ. പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിന് കൃത്യമായ സമയത്ത് ഊർജം ലഭിക്കാതെ വരും. ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ഇത് ഡിമെൻഷ്യ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മൈഗ്രെയിൻ. രാവിലെ ഭക്ഷണം മുടക്കുന്നതോടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് തുടക്കത്തിൽ ചെറിയ തലവേദനയ്ക്ക് കാരണമാകുന്നു. പതിവായി ഭക്ഷണം മുടക്കുന്നത് കടുപ്പമേറിയ മൈഗ്രെയിനിന് കാരണമാകുന്നു. രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് പോഷകങ്ങളടങ്ങിയ ആഹാരം നമുക്ക് അത്യാവശ്യമാണ്. ഇത് ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ബാക്ടീരിയകൾക്കെതിരെയും വൈറസിനെതിരെയുമുള്ള പോരാട്ടത്തിൽ ശരീരം തകരും. പതിവായി പ്രഭാത ഭക്ഷണം മുടക്കുന്നവരിൽ രോഗപ്രതിരോധ ശേഷി സംവിധാനം ശരിയായി പ്രവർത്തിക്കാതെ വരികയും പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പതിവായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ശീലമാക്കാം. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ചില പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഓട്സും പ്രോട്ടീൻ പൗഡറും. ഓട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിനും ദീർഘനേരം സംതൃപ്തിയും നൽകുന്നു. കൂടാതെ ഓട്സിനൊപ്പം പ്രോട്ടീൻ പൗഡർ ചേർക്കുന്നത് പ്രോട്ടീൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ട. ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമായതാണ് മുട്ട. ദിവസവും മുട്ട കഴിക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. കൂടാതെ പ്രോട്ടീൻ്റെ മികച്ച സ്രോതസ്സു കൂടിയാണ് മുട്ട. ഇത് ശരീരത്തിന് ആവശ്യമായ 9 ആവശ്യ അമിനോ ആസിഡുകളുടെ അടങ്ങിയ ഒരു സമ്പൂർണ്ണ പ്രോട്ടീനാണ്. വൈറ്റമിനുകൾ, ധാതുക്കൾ, കോളിൻ, ല്യൂട്ടീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും മുട്ടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ദിവസവും രാവിലെ മുട്ട പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചിയാ സീഡ്സ്. ചിയാ സീഡ്സ് ഒരു മികച്ച സസ്യാധിഷ്ഠ പ്രോട്ടീൻ ഉറവിടമാണ്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ചിയാ സീഡ്സ് രാത്രി വെള്ളത്തിലോ പാലിലോ ഇട്ട് വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് പതിവാക്കി എനർജറ്റിക്കായി ഇരിക്കാം.